ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനി പറഞ്ഞതിന്റെ വിഷയം തുടർന്ന് സംസാരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത്, ഒരാൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഉപയോഗിച്ച പാത്രമാണ്, അല്ലെങ്കിൽ അവിടുന്ന് ഉപയോഗിച്ച വാഹനമാണ്, അല്ലെങ്കിൽ അവിടുന്ന് ഉപയോഗിച്ച കട്ടിലാണ്, ബെഡാണ്, ബെഡ്ഷീറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വസ്തുവുമായി നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾ എന്ത് നിലപാടാണ്, എന്ത് സമീപനമാണ് അതിനോട് സമീപിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മുടെ ഇമാമുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ഇമാമുകൾ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ മേലിൽ ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ. നമ്മൾ ഈ മുടി വന്നത് മുതൽ നമ്മൾ ഉദ്ധരിക്കുന്ന, ഒരുപാട് തവണ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ മുഹ്യിസ് സുന്ന അല്ലാമ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ വിവരിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയുക എന്ന് പറഞ്ഞാൽ ആ കളവ് പറയൽ കേവലം ഹദീസുകളിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഏതൊക്കെ രീതിയിൽ കളവ് പറയലാണോ, അന്നഹു ലാ ഫർഖ ഫീ തഹരീമിൽ കദിബി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയൽ ഹറാമാണെന്ന വിഷയത്തിൽ വ്യത്യാസമില്ല. ബൈനമാ കാന ഫിൽ അഹ്കാമി വമാ ലാ ഹുക്മ ഫീഹി, ഹുക്മുള്ള വിഷയങ്ങളാവട്ടെ, മതവിധികൾ സ്പർശിക്കാത്ത വിഷയങ്ങളാവട്ടെ, കത്തർഗീബി വത്തർഹീബി വൽ മവാഇദി വഗൈരി ദാലിക, ഗൗരവപ്പെടുത്താൻ വേണ്ടി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ, അതുപോലെ തന്നെ ആളുകളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന ഹദീസുകൾ, അതുപോലെ വൽ മവാഇദി വയലുകളായിട്ടുള്ള ഹദീസുകൾ, വഗൈരി ദാലിക, അതല്ലാതെ അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർത്തി പറയുന്ന എന്തുണ്ടോ അത് മുഴുവനും, അതെന്താണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവായി ഒരാൾ പറയൽ, ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, മിൻ അക്ബറിൽ കബാഇരി വഅഖബഇൽ ഖബാഇഹി ബിഇജ്മാഇൽ മുസ്ലിമീന, അത് ഏറ്റവും വലിയ വൻദോഷങ്ങളിൽ പെട്ടതാണെന്നും ഏറ്റവും നികൃഷ്ടമായ ഏർപ്പാടുകളിൽ ഒന്നാണെന്നും മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ ഉണ്ട് എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയൽ ഏതൊരർത്ഥത്തിലും അതിന് ശക്തമായി ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുന്ന ധാരാളം ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറയുക എന്നാൽ ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ നിർമ്മിച്ചു പറയലാവാം. ഇനി വേറെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞൊരു വാചകം എടുത്തുകൊണ്ട് നല്ല നല്ല ഹിക്കായാത്തുകൾ അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർത്ത് പറയലാവാം. മാത്രമല്ല, റുബ്ബമാ സനഅ കലാമൻ മിൻ ഇൻദി നഫ്സിഹി ഫറവാഹു വറുബ്ബമാ അഖദ കലാമൻ ലിബഅദിൽ ഹുകമായി ഔ ഗൈരിഹിം ഫവളഅഹു അലാ റസൂലില്ലാഹ് വറുബ്ബമാ ഖാലത്തുൻ ഫയഖൂ ഫീ ശുബ്ഹിൽ വദഇ മിൻ ഗൈരി തഅമ്മുദിൻ, അറിയാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ അശ്രദ്ധയിൽ തഅമ്മുദല്ലാതെ മനഃപൂർവ്വമല്ലാതെ പറഞ്ഞു പോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചേർത്ത് പറയൽ, അതുപോലെ ഏതെങ്കിലും നല്ല നല്ല വാചകങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് അതെന്ന് പറയൽ, അതൊക്കെ നബിയുടെ മേൽ നിർമ്മിച്ചു പറയുന്നതിന്റെ ഭാഗമാണെന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയുന്നതിന്റെ ഗൗരവപ്പെട്ട വിഷയങ്ങളിൽ പെടുത്തിയിട്ട് ഇമാമുകൾ എണ്ണി പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറയൽ അത് മൗനൂഇന്റെ ഇനത്തിൽപ്പെട്ടതാണ്. മൗനൂ എന്നത് ഏറ്റവും വർജ്യമായതാണെന്ന് ഇമാമുകൾ പഠിപ്പിച്ച ആ മൗനൂഇന്റെ ഇനങ്ങളിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ഇത്തരം കാര്യങ്ങളെ ചേർത്തി പറയുന്നതിന്റെ ഇനമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ പഠിപ്പിച്ചത് കാണാം.
അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് എന്തെങ്കിലും ചേർത്തുകൊണ്ട് ഒരാൾ പറയുകയാണെങ്കിൽ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണ്, അതല്ലെങ്കിൽ ഇത് അല്ലാഹുവിന്റെ റസൂൽ വിരിച്ച വിരിയാണ്, ഇത് അല്ലാഹുവിന്റെ റസൂൽ സഞ്ചരിച്ച ഒട്ടകം ഇതാ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് ചേർത്ത് പറയണമെങ്കിൽ ഒന്നാമതായി ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകളൊക്കെ കാണേണ്ട മാനദണ്ഡം, ഒന്നാമതായി അതിൽ പാലിക്കേണ്ട മാനദണ്ഡം അല്ലാഹുവിന്റെ റസൂലിന്റേതാണ് എന്നതിലേക്ക് ചേർത്ത് പറയുന്ന നബി വരെ എത്തുന്ന അയാളുടെ കയ്യിലേക്ക് ആ വസ്തുത അതെന്താണെങ്കിലും, അത് ഹദീസാവട്ടെ, അത് അസറുകളാവട്ടെ, അത് മറ്റു വസ്തുക്കളാവട്ടെ, അയാളിലേക്ക് എത്തുന്ന കൈമാറ്റ പരമ്പര എന്ന് പറയുന്ന സനദ് അനിവാര്യമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ കൃത്യമായി പറയുന്നത് കാണാം. അത് ഹദീസുകൾക്ക് മാത്രമേ സനദ് പറയേണ്ടതുള്ളൂ. റസൂലുള്ളാഹിന്റെ ഒരു മുടിയും കൊണ്ടൊരാൾ വന്നാൽ, റസൂലുള്ളാഹിന്റെ ഒരു ഒട്ടകം കൊണ്ടൊരാൾ വന്നാൽ, റസൂലുള്ളാഹിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരാൾ ഒരു വസ്തു ഒന്ന് കൊണ്ടുവന്നാൽ അതിന് സനദൊന്നും ചോദിക്കേണ്ടതില്ല. അത് സനദ് ചോദിക്കൽ ഇബ്നു തൈമിയ്യയുടെ വാദമാണ്, അതിന് അടിസ്ഥാനം ചോദിക്കേണ്ടതില്ല എന്ന ഒരു അബദ്ധമായ ധാരണ, ഒരു തെറ്റായ പ്രചരണം പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ചില ആളുകൾ വളരെ ശക്തമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ആ വാദത്തിന്റെ കടക്കൽ കത്തുവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുകൾ പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റേതല്ലാത്തത് നബിയിലേക്ക് ചേർത്ത് പറയൽ, ഒരു മുടിയെടുത്ത് അത് തിരുമുടി എന്ന് പറയൽ, ഒരു ഒട്ടകമെടുത്ത് ഇതൊരു തിരുവൊട്ടകം എന്ന് പറയൽ, ഒരു പാത്രമെടുത്തുകൊണ്ട് അതൊരു തിരുപാത്രം എന്ന് പറയൽ. അത് പറയണമെങ്കിൽ അതിന് രേഖ വേണം. രേഖയില്ലാതെ പറഞ്ഞാൽ അത് നബിയിലേക്ക് കളവ് ചേർത്തി പറയലാണ്. ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ ഒരു ഉദ്ധരിച്ച വലിയൊരു സംഭവം ഇമാം സർക്കസി ഉദ്ധരിക്കുന്നത് കാണാം. ഇബ്നു സലാഹിന്റെ മുഖദ്ദിമയെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ സർക്കസി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. അബൂ ഹാമിദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുകയാണ് അന്ന റജുലൻ അതാ ബാബൽ മഹ്ദി, ഒരാൾ മഹ്ദിയുടെ അടുത്തേക്ക് വന്നു. വമാഹു നഅലാനി, അയാളുടെ കയ്യിൽ 2 ചെരുപ്പുണ്ട്. ഇമാം മഹ്ദിയുടെ അടുത്തേക്ക് 2 ചെരുപ്പ് പിടിച്ചുകൊണ്ട് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു ഹുമാ നഅലാ റസൂലില്ലാ, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പാണ്, ഇത് തിരുചെരുപ്പാണ് എന്നൊരാൾ വാദിച്ചു വന്നു. ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ, ആ പണ്ഡിതൻ അദ്ദേഹത്തെ തിരിച്ചറിയുകയും അദ്ദേഹത്തെ മനസ്സിലാക്കുകയും സ്വീകരിച്ചിരുത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അയാൾ തിരിച്ചുപോയപ്പോൾ അദ്ദേഹം അദ്ദേഹം ആ സദസ്സൊന്ന് വിട്ടുപിരിഞ്ഞപ്പോൾ ഖാൽ മഹ്ദിയു, അവിടെ കൂടിയിരുന്ന ആളുകളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട മഹ്ദി വിശദീകരിക്കുകയാണ്. മഹാനായ ഇബ്നു സലാഹ് തന്റെ മുഖദ്ദിമയിൽ ഇബ്നു സലാഹ് മൗനൂആയ ഹദീസുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയുന്ന നിർമ്മിതമായ ഹദീസുകൾ നബിയിലേക്ക് ചാർത്തി പറയുന്ന അതിന്റെ രൂപങ്ങൾ മൗനൂആയ ഹദീസുകൾ വിശദീകരിക്കുന്ന സവിശദമായ തന്റെ പഠനത്തിനൊടുവിൽ അദ്ദേഹം പറയുന്ന ഉദാഹരണമാണിത്. ബഹുമാനപ്പെട്ട നബിയിലേക്ക് ചേർത്തുകൊണ്ട് 2 ചെരുപ്പ് ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇറങ്ങിപ്പോയപ്പോൾ മഹ്ദി എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ് വല്ലാഹി മാ ഹുമാ ബിനഅലൈ റസൂലില്ലാ, ഇത് അല്ലാഹുവാണേ സത്യം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പല്ല, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പല്ല. ഏതെങ്കിലും ഒരു ചെരുപ്പെടുത്തു കൊണ്ടുവന്ന് ഇത് തിരുചെരുപ്പാണെന്ന് പറഞ്ഞാൽ അതിന് സനദ് ചോദിക്കണ്ട, അതിന് തെളിവൊന്നും ചോദിക്കണ്ട, അതിനെ പിടിച്ചു മുത്തണം, അതിനുവേണ്ടി പിരിവ് കൊടുക്കണം, അത് വെക്കാൻ പള്ളി നിർമ്മിക്കണം എന്ന് വയന്നു പറയുകയും എന്ന് പറയുന്ന ആളുകൾ കോശാന പാടുകയും ചെയ്യുന്ന ആളുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. മഹ്ദി അവരുകൾ പറയുകയാണ് ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പല്ല. എന്തുകൊണ്ട് ചെരുപ്പല്ല? ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പാണെന്ന് പറയാൻ അയാൾക്ക് എന്താണ് രേഖ? വമിൻ ഐന സാറത്താലഹു അബിമീറാസിൻ അം ബിസറായിൽ, അയാൾക്ക് എവിടെ നിന്നാണത് കിട്ടിയത്? അതിന്റെ രേഖ എവിടെ? അനന്തരമായി കിട്ടിയതാണോ? അയാൾ വിലക്ക് വാങ്ങിയതാണോ? അയാൾക്ക് ഹദിയായി ലഭിച്ചതാണോ? എവിടെ നിന്നാണ് കിട്ടിയത്? അതിന് അടിസ്ഥാനമില്ലാത്തതുകൊണ്ട്, അതിന് സനദില്ലാത്തതുകൊണ്ട്, അതിന് രേഖയില്ലാത്തതുകൊണ്ട് അത് മൗനൂഇന്റെ ഇനത്തിൽ പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം സർക്കസി ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു കാര്യം ചേർത്ത് പറയണമെങ്കിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂലിലേക്ക് ചേർത്ത് പറയുക എന്നത് അതിന് രേഖയില്ലാതെ പാടില്ല. അതിന്റെ ഒന്നാമത്തെ രേഖ അതിന് സനദാണ്. അത് കൈമാറി വന്ന ആ പാരമ്പര്യ രേഖ അത് കൃത്യമായിരിക്കണം. അല്ലാതെ നബിയുടെ മേൽ പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ മേൽ കളവ് പറയലാണ്. അത് മൗനൂഅ് നബിയുടെ മേൽ നിർമ്മിച്ചു പറയുന്നതിന്റെ വിധിയാണ്. അത് ബന്ധോഷങ്ങളിൽപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ പഠിപ്പിക്കുന്നത് കാണാം. രണ്ടാമതായി
ഇനി ഒരു വസ്തുവിന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറയുന്ന ഒരു വസ്തുവിന് സനദല്ലാത്ത മറ്റെന്തെങ്കിലും മാർഗം കൊണ്ട് അംഗീകരിക്കപ്പെടാമോ? ബഹുമാനപ്പെട്ട ഇമാമുകൾ വേറെയും ചില മാർഗങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചില ആധാറുകൾ, ലോകത്തുള്ള ചില ആധാറുകൾ, ആ ആധാറുകൾ സനദില്ലാതെയും ലോകത്ത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് അതിനുള്ള മാനദണ്ഡം? കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുകൾ പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അബ്ദുൽ ഗനി നാബൽസി പറയുന്നു, وأنت تدري أن الشجرة كافية في ثبوت أثر القدم الشريف في شجرة بيت المقدس وغيرها. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു പാറയുണ്ട്. ആ പാറയിൽ അല്ലാഹുവിന്റെ റസൂൽ ചവിട്ടിയിട്ടുണ്ട്. ആ ചവിട്ടിന്റെ പാട് ആ പാറയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. ആളുകൾ അവിടെ വന്ന് ബറക്കത്തെടുക്കാറുണ്ട്. ഈ ചവിട്ടി അല്ലാഹുവിന്റെ റസൂൽ ചവിട്ടി എന്ന് പറയപ്പെടുന്ന ഈ പാറ കണ്ടവരുമായി കൃത്യമായ രേഖ സ്വീകരിക്കേണ്ടതുണ്ടോ, അല്ലാതെ അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ പറ്റുമോ എന്നതിന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസി പറയുകയാണ്, അവിടെ ഓരോ ചുംബിക്കാൻ വേണ്ടി ബറക്കത്തെടുക്കാൻ വേണ്ടി വരുന്ന ഓരോ ആളുകൾക്കും അവിടെ സനദ് കാണേണ്ടതില്ല. മറിച്ച് ഇന്ന് വരെ കാലങ്ങളായി അതിനെ അംഗീകരിച്ചു വരുന്ന മുസ്ലിമീങ്ങൾ പ്രചരിച്ചു വരുന്ന, വളരെ പ്രചാരത്തോടുകൂടി മുസ്ലിമീങ്ങളിൽ അറിയപ്പെട്ടു വരുന്ന ഈ സുഹൃത്ത്, ആ സുഹൃത്ത് കൊണ്ടും ഒരു കാര്യത്തിന് ബറക്കത്തെടുക്കപ്പെടാം. അതിന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, بأن هذه الآثار النبوية التي استغرت بين الناس ويعلمها الخلف عن السلف. മുൻഗാമികളെ തൊട്ട് അവരുടെ മുൻഗാമികളെ തൊട്ട് അങ്ങനെ പരമ്പരയായി അറിഞ്ഞു വന്ന, ലോകത്ത് മുസ്ലിമീങ്ങളുടെ പ്രചരിച്ചു വന്ന ഈ പ്രചാര വസ്തു അങ്ങനെ പ്രചരിച്ചു വരുന്നതാണെങ്കിൽ അവിടെ സനദ് പ്രത്യേകമില്ലെങ്കിലും അത് സ്വീകരിക്കപ്പെടാം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസി തുടർന്ന് പറയുകയാണ്, أنه يكفي اتفاق الناس في كل زمان على ثبوت ذلك وإخبارهم به ويحسب ذلك سندا قويا. നോക്കൂ, നിങ്ങൾ വളരെ കൃത്യമായ ഇബാറത്ത് മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റേതെന്ന് പറഞ്ഞ് തിരുവ് എന്ന് പേരിട്ടാൽ അത് ബറക്കത്തെടുക്കപ്പെടണം, അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടുകൂടാ എന്ന് പറയുന്ന ആളുകൾക്ക് കൃത്യമായി മറുപടി നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരു കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ അവർക്ക് മുമ്പുള്ള ആളുകളിൽ നിന്ന് അങ്ങനെ സമൂഹത്തിനിടയിൽ പ്രചരിച്ചു വന്ന ഈ പ്രചാരം എന്നത് അതൊരു സനദല്ലെങ്കിലും അതൊരു സനത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന സനദായി എണ്ണപ്പെടുന്ന രണ്ടാമത്തെ മാർഗമാണ്. ഇവിടെ നോക്കൂ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന മുടിയെപ്പറ്റി നമ്മൾ നോക്കൂ. ആ മുടിയെപ്പറ്റി ഓരോന്ന് വിവരിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് ഞാനത് പറയാം. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, കാന്തപുരം ഇവിടെ കൊണ്ടുവന്ന മുടി, ആ മുടിക്ക് സമസ്ത ചോദിച്ചത് അതിന് അടിസ്ഥാനം വേണമെന്നാണ്. അതിൽ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദ് അവர்கள் നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട മുസ്തഫ മാഷദ് മുണ്ടുപാറ അവர்களுം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് കാന്തപുരം പറയുമ്പോൾ ഒന്നുകിൽ കാന്തപുരം കൊണ്ടുവന്ന മുടിക്ക് അള്ളാഹുവിന്റെ റസൂൽ വരെ എത്തുന്ന കൈമാറ്റ പരമ്പര എന്ന് പറയുന്ന സനദ് വേണം. കൈമാറ്റ പരമ്പര എന്ന സനദ് വേണം. കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിക്ക് സനദ് ഉണ്ടെന്ന് കാന്തപുരം പറയുന്നത് നമുക്ക് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. അതല്ലെങ്കിൽ ഈ മുടി അത് പാരമ്പര്യമായി സലഫൻ അൻ ഖലഫിൻ ഓരോ കാലഘട്ടത്തിലുള്ള ജനങ്ങളിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തവരും പ്രചരിക്കുകയും വളരെ പ്രചാരം നേടുകയും ചെയ്തതാണെങ്കിൽ അതിന് സനദ് ചോദിക്കേണ്ടതില്ല. ഉദാഹരണം, വെല്ലൂരിൽ ബാക്കിയാത്തിൽ വെല്ലൂരിലുള്ള മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞ് ബർക്കത്തെടുക്കപ്പെടുന്ന മുടി, ആ മുടി എത്രയോ കാലങ്ങളായി ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹം പാരമ്പര്യമായി ആലിമീങ്ങളെല്ലാം ബർക്കത്തെടുക്കപ്പെടുകയും നിരാക്ഷേപം പിന്തുടർന്നു വരികയും സാക്ഷാൽ കാന്തപുരം വരെ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി
അവിടുന്ന് വെള്ളം മുക്കി ബർക്കത്തെടുക്കപ്പെട്ട സംഭവം അദ്ദേഹം പറയുന്ന ക്ലിപ്പുകൾ നിങ്ങൾക്ക് ധാരാളം കേട്ടതാണ്. അങ്ങനെയുള്ള പ്രസിദ്ധമായ മുടികൾ, അങ്ങനെയുള്ള പ്രസിദ്ധമായ ആഭരണങ്ങൾ, അതിന്റെ ആ പ്രസിദ്ധി എന്നത് അത് സനദിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ശക്തമായ ഒരു സനദാണ് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ തിരുമുടി തിരിയപ്പെടാൻ, ശേഷിപ്പുകൾ അറിയപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗമാണ് ഇസ്തിഹാർ എന്നത്. ഇതിനെ സംബന്ധിച്ച് തവാത്തുർ എന്നും ചില കിതാബുകളിൽ ഇബാറത്തപ്പെടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഇസ്തിലാഹിയായി സാങ്കേതികമായി പറയുന്ന തവാത്തുർ അല്ല അത്, മറിച്ച് സമൂഹത്തിന്റെ ഇടയിൽ സലഫൻ അൻ ഖലഫിൻ പ്രചുര പ്രചാരം നേടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇനി ഇത് രണ്ടുമില്ല, എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പാണെന്ന് പറഞ്ഞാൽ, ഈ രണ്ട് മാർഗമില്ലെങ്കിൽ പോലും അതിനെ മനസ്സിലാക്കാൻ ചില രൂപങ്ങൾ, ചില അടയാളങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുകൾ അവർ അവലംബിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട നസീമുൽ റിയാദ് എന്ന കിതാബിൽ നമ്മുടെ ബൈനാവിക്കൊക്കെ ശർഹാദിയ ശിഹാബുൽ ഖഫാജി തങ്ങളുടെ ഗ്രന്ഥമാണ് നസീമുൽ റിയാദ്. ആ നസീമുൽ റിയാദിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവയവങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മുടെ കിതാബുകളിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അതിൽ ഈച്ചയിരിക്കൂല, അതിന് നിഴലുണ്ടാകൂല, അതിന് ഉറുമ്പരിക്കൂല, അതിലേക്ക് ഉറുമ്പ് കടന്നു വരൂല, അതിൽ തേന് പുരട്ടിയാൽ പോലും ഉറുമ്പ് വരൂല, അതിന് തീയിലേക്കിട്ടാൽ അത് കത്തിച്ചാൽ അത് കത്തൂല എന്നൊക്കെ നമ്മുടെ ഇമാമുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലുള്ള അവയവത്തിലുള്ള രോമങ്ങളെ, മറ്റു ഭാഗങ്ങളെ ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട്. അതിന്റെ ഖുസൂസിയത്തുകൾ, ഈ ഖുസൂസിയത്ത് വെച്ചുകൊണ്ടും നബിയുടേതാണെന്ന് പറയപ്പെടുന്ന മുടികളെ പരിശോധിച്ച ചരിത്രം നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുകയാണ്. ഇമാമുകൾ പഠിപ്പിച്ചതിന് കൊഞ്ഞനം കുത്തിക്കൊണ്ട് അതിനെതിരെ ഇവിടെ പ്രസംഗിക്കുന്ന ഏത് ഖോദയാണെങ്കിലും സമൂഹം അവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന തിരിച്ചറിവ് പേരോട് മൗലാനമാർ മനസ്സിലാക്കണമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇമാമുകൾ ഉദ്ധരിക്കുകയാണ്. മഹാനായ ശിഹാബുൽ ഖഫാജി തങ്ങൾ അവിടുത്തെ നസീമുൽ റിയാദിൽ ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അദീം എന്നവർ ഉദ്ധരിക്കുകയാണ്. അന്നബിൻ അബീ ത്വാഹിറുൽ അലവി കുടുംബത്തിൽപ്പെട്ട, സാദാത്തിൽ കുടുംബത്തിൽപ്പെട്ട, തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഇബ്നു അബീ ത്വാഹിർ എന്നവരുടെ അടുത്ത് 14 മുടിയുണ്ടായിരുന്നു. 14 മുടികൾ അള്ളാഹുവിന്റെ റസൂലിന്റേതാണെന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ 14 രോമങ്ങൾ ഉണ്ടായിരുന്നു. അലവി തങ്ങന്മാരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു രാജാവുണ്ട് എന്ന് ഒരു രാജാവിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അബീ ത്വാഹിറിന് വിവരം കിട്ടിയപ്പോൾ വലഹു കറമുൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കയറി ആ മനുഷ്യന്റെ, ആ രാജാവിന്റെ അടുത്തേക്ക് പോവുകയും ആ രാജാവിനെ, ആ അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനപ്പെട്ട ഷാറുകൾ, ബഹുമാനപ്പെട്ട മുടികൾ കൊടുത്ത് ആദരിക്കുകയും ചെയ്ത് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ മറ്റൊരു ദിവസം ഈ രാജാവിനെ കാണാൻ വേണ്ടി ഈ മനുഷ്യൻ, ഈ പണ്ഡിതനായ ഈ സാദാത്തിൽപ്പെട്ട ഇബ്നു അബീ ത്വാഹിർ എന്നവർ പോയപ്പോൾ രാജാവ് മുഖം ചൊളിച്ചു കണ്ടു. രാജാവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മുഖം ചൊളിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഈ രോമങ്ങൾക്ക്, ഈ മുടികൾക്ക്, നിങ്ങൾ റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞു തന്ന ഈ മുടികൾക്ക് ഇത് അസിലില്ലാത്ത മുടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെ ഇവിടെ ഹാജരാക്കണം. ആ രോമങ്ങളെ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു തീ കത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവിടെ തീ കത്തിച്ചു. ആ 14 മുടികളിൽ നിന്ന് കുറച്ച് മുടികൾ എടുത്തുകൊണ്ട് ആ തീയിലേക്ക് അതിനെറിഞ്ഞപ്പോൾ ഫലം തഹ്തരിഖ്, അത് കരിഞ്ഞില്ല. നേരത്തെ ഉള്ളതിനേക്കാളും ഭംഗിയിൽ പ്രസാദമായി ആ മുടികൾ അവിടെ നിന്ന് പുറത്തെടുക്കപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട ശിഹാബുൽ ഖഫാജി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഇതിനോട് സമാനമായ മറ്റൊരു സംഭവം, മുടി കത്തിച്ച് പരിശോധിച്ച സംഭവം ബഹുമാനപ്പെട്ട റഹബി തന്റെ താരീഖിൽ ഉദ്ധരിക്കുകയാണ്. ഇത്തരം ഉദ്ധരണികൾ, ഇത്തരം സംഭവങ്ങൾ, ഇത്തരം പരിശോധനാ മാർഗങ്ങൾ മുസ്ലിം ഉമ്മത്ത് പണ്ടുകൊണ്ടേ ഉപയോഗിച്ചു വന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അവിടുത്തെ രോമമോ അവിടുത്തെ ശരീരത്തിലെ വല്ല ഭാഗങ്ങളോ കൊണ്ടുവന്നാൽ ആ ഖുസൂസിയാത്ത് കൊണ്ടും പരിശോധിച്ചുകൊണ്ടും അത് തെളിയിച്ച സംഭവമുള്ളത് കൊണ്ടാണ് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് നമ്മുടെ വന്യരായ ഉസ്താദുമാർ ചോദിച്ചത്. അതിനെപ്പറ്റി എന്തൊക്കെയാണ് പേരോട് പറഞ്ഞത്? ഇവിടുത്തെ മൗലാനമാർ പറഞ്ഞത്, ഞങ്ങൾ അവരോട് പറയുന്നത് നിങ്ങൾ കിതാബ് ഓതി മനസ്സിലാക്കണം.
ഈ സമൂഹത്തെ വഞ്ചിക്കാനും കളവുകൾ നിർമ്മിക്കാനും നടക്കുന്നതിന് പകരം നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പുകൾക്കുള്ള ഖുസൂസിയത്തുകളെ കൊണ്ട്, അതിന്റെ പ്രത്യേകതകളെ കൊണ്ട്, അത്തരം പ്രത്യേകതകളെ കൊണ്ട് അതിന്റെ അടിസ്ഥാനം സ്ഥിരീകരിച്ച സംഭവങ്ങൾ ഇമാമുകളുടെ ചരിത്രത്തിൽ കാണാം. എന്തിനേറെ ഒരു സംഭവം കേൾക്കണം നിങ്ങൾ. ഞാൻ പറയട്ടെ, ഇവരിൽ നിന്ന് മരണപ്പെട്ടുപോയ പരേതനായ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം, അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം കാന്തപുരത്തിന്റെ അടുത്തേക്ക് വന്ന ആദ്യ മുടികളിൽപ്പെട്ട മുടികളെ ചോദ്യം ചെയ്തു. ആ ചോദ്യം അതിൽ നിഴലുണ്ടോ എന്നായിരുന്നു. നിഴലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിഴലുണ്ടായിട്ടില്ല, ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ട് കാണും. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, സാക്ഷാൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മർക്കസിലെ പ്രധാന മുദരിസായിരുന്ന, അവരുടെ ശൈഖുൽ ഹദീസായിരുന്ന മർഹൂം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമ്മളൊക്കെ വീഡിയോ സഹിതമുള്ള പ്രഭാഷണം, എവിടെയോ ഉള്ള ഒരു പഴയ സീഡിയിലൊന്നല്ല, വീഡിയോ സഹിതമുള്ള പ്രഭാഷണം ഞങ്ങൾ പരിശോധിച്ചു. മർക്കസിൽ കൊണ്ടുവന്ന മുടി ഞങ്ങൾ പരിശോധിച്ചു. ആ പരിശോധിച്ച മുടിക്ക് നേലുണ്ടായിരുന്നില്ല എന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പ്രസംഗിച്ച പ്രസംഗം ഇൻഷാ അല്ലാഹ് ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ കേൾപ്പിക്കാം. ഞാൻ പറയട്ടെ, ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് മുതൽക്കുളത്ത് മൈതാനിയിൽ വെച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ എത്രയോ തവണ SKSFന്റെ ചില കുട്ടികൾ എത്രയോ തവണ കോഴിക്കോടിന്റെ പല മിനിമാറുകളും വെച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറയുന്ന ഈ മുടിയെ നിങ്ങൾക്ക് നിഴലില്ലാത്ത മുടിയാണെന്ന് നിങ്ങൾ നെല്ലിക്കുത്ത് പറഞ്ഞ ആ മാനദണ്ഡം കൊണ്ട് ഞങ്ങൾക്ക് നിഴലില്ല എന്ന് ബോധ്യപ്പെടുത്താൻ സാധ്യമാണോ? അപ്പം പറയാ റസൂലുള്ളാഹിന്റെ നിഴലൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ നിഴലില്ല എന്ന് പറയുന്ന മോചിതത്ത് നശിച്ചു പോയിട്ടുണ്ട്, വഫാത്തോടുകൂടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊരു പുതിയ വാദവുമായിട്ടാണ് വന്നത്. ഞാൻ ചോദിക്കട്ടെ, നെല്ലിക്കുത്തിന് മനസ്സിലായില്ലേ? നെല്ലിക്കുത്ത് എന്തിനാണെന്ന് പറഞ്ഞത് കളവാണോ? കാന്തവര സുന്നികൾ ഇതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. നെല്ലിക്കുത്ത് പറഞ്ഞത് കളവാണോ? നിങ്ങളുടെ ശൈഖുൽ ഹദീസായിരുന്നില്ലേ അദ്ദേഹം? അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞ സത്യമാണെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഒരു നിലക്കും നിങ്ങൾക്ക് ഇതിന് സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് സ്ഥിരീകരണത്തിനുള്ള 2-3 മാർഗങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന്, സനദ് വേണം, അതല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ പ്രസിദ്ധ പ്രചാരം ലഭിച്ചതാകണം. അത് രണ്ടുമല്ലെങ്കിൽ ഖുസൂസിയത്ത് കൊണ്ട് പരിശോധിക്കാമെന്നും ബഹുമാനപ്പെട്ട ഇമാമുകളുടെ അനുഭവത്തിൽ നിന്ന് അവർ ഉത്തരിച്ച ഉത്തരണികളിൽ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി കാന്തവരം കൊണ്ടുവന്ന മുടിയുടെ അവസ്ഥ 2 വാക്ക് മാത്രം ഉപയോഗപ്പെടുത്തി പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഇത് സാക്ഷാൽ കാന്തവരത്തിന്റെ പൊന്നുമോൻ അബ്ദുൽ ഹക്കീം അദ്ഹരി എഴുതിയ മദീനയുടെ സമ്മാനം എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ 41-ാമത്തെ പേജിൽ പറയുകയാണ്, കാന്തവരത്തിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന മുടികളിൽപ്പെട്ട മുടി ഏതാണ്? ആ മുടി അത് ഹസ്രജ് കൊടുത്ത മുടി, ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി മർക്കസിൽ സനദ് വായിച്ചു കേൾപ്പിച്ചു എന്ന് പറഞ്ഞ മുടി. ആ മുടിയെപ്പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നത്, ആ മുടി നൽകിയത് റാഫി ബിൻ മാലിക് അസ്സുറഖി എന്ന് പറയുന്ന സഹാബി മൂലമാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ, അവരിൽ നിന്ന് റാഫി ബിൻ മാലിക് അസ്സുറഖി എന്നവരുണ്ടായിരുന്നു. അവർ 6 പേരും ഇസ്ലാം മതം ആശ്ലേഷിച്ചു. ഇസ്ലാം ഈ മഹാനിലൂടെയാണ്, ഇസ്ലാം പുലർന്ന ആദ്യത്തെ അൻസാറുകളായ സഹാബികളാണവർ. ഈ മഹാനിലൂടെയാണ് തിരികേശം കൈമാറി വന്നത്. റാഫി ബിൻ മാലിക് എന്ന് പറയുന്ന സഹാബി മുഖാന്തരമാണ് മർക്കസിലെ കാന്തപുരത്തിന്റെ കയ്യിലെത്തിയ മുടിയുടെ കടന്നുവരും അതിന്റെ സനദ് എന്ന് സാക്ഷാൽ കാന്തപുരത്തിന്റെ പൊന്നുമോൻ അബ്ദുൽ ഹക്കീം എഴുതിയിരിക്കുകയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഈ സഹാബി എപ്പോഴാണ് വഫാത്തായത്? ആരാണ് റാഫി ബിൻ മാലിക് എന്ന സഹാബിയെ നോക്കിയാൽ കൃത്യമായി പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട റാഫി ബിൻ മാലിക് എന്ന സഹാബി ഹിജ്റ 3-ാം കൊല്ലം വഫാത്തായിട്ടുണ്ട്. മദീനയിൽ വന്ന 3-ാമത്തെ കൊല്ലം ഈ സഹാബി വഫാത്തായിട്ടുണ്ട്. ഉഹുദിൽ വെച്ച് ഷഹീദായ 70 സഹാബികളിൽ ഒരു സഹാബിയാണ് ബഹുമാനപ്പെട്ട റാഫി ബിൻ മാലിക് അസ്സുറഖി എന്ന സഹാബി. ഈ സഹാബി മുഖാന്തരമാത്രേ മദീനയിലേക്കുള്ള കൈമാറി വന്ന കാന്തപുരത്തിന്റെ കയ്യിൽ കൈമാറി വന്ന മുടിയുണ്ടായത് എന്ന് സാക്ഷാൽ കാന്തപുരത്തിന്റെ പൊന്നുമോൻ എഴുതുകയാണ്. എന്നാലോ അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ 10-ാം കൊല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുടികളയുകയും എന്നിട്ട് യുഖ്സിമുഹു ബൈനന്നാസ്, ജനങ്ങളുടെ വിതരണം ചെയ്യൂ എന്ന് അബൂ തൽഹയോട് പറഞ്ഞത് പ്രകാരം വിതരണം ചെയ്ത മുടിയാണ് മർക്കസിലേക്ക് എത്തിയ മുടിയെന്ന് കാന്തപുരം പറയുന്നു. റാഫി ബിൻ മാലിക് വഴിയാണ് വന്നത് എന്ന് പൊന്നുമോൻ ഹക്കീം പറയുന്നു. റാഫി ബിൻ മാലിക്
വഫാത്തായതോ ഹിജറ 3-ാം കൊല്ലം, ഹജ്ജത്തുൽ വദാ നടന്നതോ ഹിജറ 10-ാം കൊല്ലം. അപ്പൊ ഈ സഹാബി ഷഹീദായി 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ മുടി ഈ മനുഷ്യന് കൈമാറാൻ അദ്ദേഹം ഉപയോഗിച്ചത്. റസൂലുള്ളാഹിയിൽ നിന്ന് ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്ത മുടി വാങ്ങിയതെന്ന് 7 കൊല്ലം മുമ്പ് വഫാത്തായിപ്പോയ, ഹിജറ 3-ാം കൊല്ലം വഫാത്തായിപ്പോയ റാഫി ബിൻ മാലിക്കിന്റെ സഹാബിന്റെ കയ്യിൽ എങ്ങനെ കിട്ടി ഈ മുടി? ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് മർക്കസിൽ കൊണ്ടുവന്ന് വായിച്ച സനദ്, അത് സനദല്ല നസബയാണ് എന്ന് പേരോട് മലക്കം മറിച്ചത്. ശ്രദ്ധിക്കണം നിങ്ങൾ. അവിടെ ഖസറജ് ഒരു സനദ് വായിച്ചു. പരസ്യമായി വായിച്ചിട്ടേ ഞാൻ സനദ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ സനദ് മുതവാത്തിറായ സനദാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സനദ് വായിച്ചപ്പോൾ അതിന്റെ അവസാനം എത്തുന്നത് റാഫി ബിൻ മാലിക് എന്ന സഹാബിയിലേക്കാണ്. ഞങ്ങൾ ചോദിച്ചു, ഹജ്ജത്തുൽ വദായിൽ വിതരണം ചെയ്ത മുടി എങ്ങനെ 7 വർഷം മുമ്പ് ഷഹീദായ റാഫി ബിൻ മാലിക്കിന് കിട്ടി എന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ് അത് സനദല്ല നസബയാണ് എന്ന കള്ളത്തരത്തിലേക്ക് പേരോടിനെ എത്തിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനിയും ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരൊറ്റ സംഗതിയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ഇവർ നടത്തിയ കള്ളത്തരങ്ങൾ, ഈ വിഷയത്തിൽ ചേർത്ത് പറഞ്ഞ ഒരുപാട് കള്ളത്തരങ്ങൾ ധാരാളം പറ്റി പ്രസംഗിച്ചത്. അവരെഴുതിയത് പണ്ഡിതരെന്ന് പറയുന്ന ഏതാനും ചില വരുത്തി തീർത്തുകൊണ്ട് പെണ്ണിന്റെ മുടിയോളം നീളത്തിൽ നബിയുടെ മുടി അവതരിപ്പിച്ച വേദനകളിൽ അല്ലാഹുവിന്റെ റസൂലിനെ മാത്രമാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ എഴുതിയ പുസ്തകം, ഈ പുസ്തകത്തിൽ 1.5-2 മീറ്ററുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നീക്കം ചെയ്ത വർഷത്തെ വളർച്ച നീക്കം ചെയ്ത നീക്കിയത് ഇവൻ അയാളുടെ അത് പുസ്തകമായി പിന്നീട് എന്നാൽ അതിനത്ര നീളം കാണും. വിവാദം തിന്നു നടക്കുന്നവർക്ക് വിവരിച്ചു കൊടുത്താൽ മതിയാവുകയില്ലല്ലോ. അവർക്ക് ഞാനൊരു മാർഗം നിർദ്ദേശം നമ്മളെ സമസ്തക്കാർക്ക് വിശദീകരിച്ചിരുന്നു. ഓരോ അദ്ദേഹം പറയും, ഉദാഹരണ സഹിതം എന്റെ കാന്തപുരമേ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം കളവാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നുകിൽ നിങ്ങൾ ഇതിനെ പിൻവലിക്കണം, സിറാജിൽ തീർത്തു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ നിങ്ങൾക്ക് അവകാശം സാക്ഷാൽ പേരോട് അഷ്റഫ് പറയുന്നതിന് മുമ്പ് കിതാബുകൾ എന്ന് പറയുന്നു. വളരെ കൃത്യം എന്താകും? ഒന്നാമതായി
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ശരിയാവും. അദ്ദേഹം ബഹുമാനപ്പെട്ട തങ്ങളുടെ മൈക്കൊന്നെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. ഇപ്പൊ ശരിയാവും, എത്രയും പെട്ടെന്ന് ശരിയാവും. ബഹുമാനപ്പെട്ട സലീം ഫൈദി ഇർഫാനിയുടെ പ്രസംഗം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എത്രയും വേഗം ശരിയാകും. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന്റേതാണെന്ന് പറയുമ്പോഴേക്കും വിശ്വസിക്കണം എന്നല്ല. റസൂലുള്ളാഹിന്റേതാണെന്ന് സ്ഥിരപ്പെടണമെങ്കിൽ സഹീഹായ സനദ് ഉണ്ടാവുക. പല മാർഗങ്ങളുണ്ട്. ഒരു മാർഗമാണ് അതിന് സഹീഹായ സനദ് ഉണ്ടാവുക. കൈമാറി വന്ന ആ പരമ്പര അത് ശരിയായ സഹിയായ സനദ് ഉണ്ടാവുക. അതല്ലെങ്കിൽ ശുഹറത്ത് കൊണ്ട് അറിയപ്പെടുക. അങ്ങനെ ഇന്ന സ്ഥലത്ത് അള്ളാഹു റസൂലിന്റെ തിരുകേശം ഉണ്ട് എന്ന് ഇപ്പോഴുള്ള ആളുകളൊക്കെ പറയുന്നു. അവർക്കെങ്ങനെ മനസ്സിലായി? കഴിഞ്ഞ തലമുറയുടെ ആളുകളൊക്കെ പറഞ്ഞിരുന്നു. അവർക്കെങ്ങനെ മനസ്സിലായി? അതിന് മുമ്പുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു. അവർക്കോ അതിന്റെ മുമ്പുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അങ്ങനെ കാലാന്തരങ്ങളായി ഹലഫ് സലഫിനെ തൊട്ട് ആ രീതിയിൽ എല്ലാവരും പറഞ്ഞു വരുന്നു അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം ഉണ്ട് എന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ വെല്ലൂർ ലത്തീഫിയ മദ്രസ, ഒമാന്റെ സലീം ഫൈസി ഇർഫാൻ അവിടെ ബാക്കിയാത്ത് എന്ന് പഴിച്ചു പറഞ്ഞതാണ്. നെയ്മാരും പിടിച്ചു തൂങ്ങണ്ട. അത് വെല്ലൂർ ലത്തീഫിയ മദ്രസയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം ഉണ്ട് എന്ന് ഈ കാലത്തുള്ള ആളുകളൊക്കെ പറയുന്നു. അതിന് മുമ്പുള്ള ആളുകളും പറഞ്ഞിരുന്നു, അതിന് മുമ്പുള്ള ആളുകളും പറയുന്നു. അങ്ങനെ പിന്നെ തലമുറയായി പറഞ്ഞു വരുന്ന വിഷയം അത് സ്ഥിരപ്പെടുത്താനുള്ള ഒരു മാർഗമാണ്. മറ്റൊരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന്റെ പ്രത്യേകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് അത് നിഴലുണ്ടോ, കത്തിച്ചാൽ കത്തുമോ, ഈച്ചപ്രാണികൾ ഇരിക്കുമോ എന്നൊക്കെ പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ച് അങ്ങനെ ഈച്ചപ്രാണികൾ ഇരിക്കുന്നില്ല, നിഴലില്ല, കത്തിച്ചാൽ കത്തുന്നില്ല എന്ന കാര്യം ഒക്കെ ബോധ്യപ്പെട്ടു. അപ്പോഴും അത് മനസ്സിലാക്കാൻ സാധിക്കും. ലൈവ് ശരിയായപ്പോ മൈക്ക് ശരിയായിട്ടുണ്ടാവില്ലല്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടികൾ 3 തരത്തിലാണ് ഉണ്ടാകാറ്. വെട്ടിയാൽ ചെവിയോളം, ചെവിയുടെ പകുതിഭാഗം, ചിലപ്പോൾ നീട്ടിയാൽ ചെവിക്കുഞ്ഞിയോളം. വെട്ടാതിരുന്നാലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി അത് പെരടിയോളം എത്താറ് എന്ന് ഈ ഹദീസുകളെ ജമ്മു ചെയ്തുകൊണ്ട് കാളിയാതെ പറയുന്നു. മാത്രമല്ല അബൂശാമ പറയുന്നു, ഈ 3 അവസ്ഥയല്ലാതെ വലം യബ്ലുഗ്നാ ഫീ തൂലിഹി അക്സറ മിൻ ദാലിക്, വലം യബ്ലുഗ്നാ ഫീ തൂലിഹി അക്സറ മിൻ ദാലിക്, പെരടിയോളമെത്തുന്ന, പെരടിക്ക് മുട്ടുന്ന അപൂർവമായ അവസ്ഥകൾ, ഇതിനപ്പുറം അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി നീണ്ട ഒരു വാർത്ത ഞങ്ങൾക്ക് കിട്ടിയിട്ടേയില്ല. വലം യബ്ലുഗ്നാ ഫീ തൂലിഹി അക്സറ മിൻ ദാലിക്, ഇതിനേക്കാളും നബിതങ്ങളുടെ മുടി നീണ്ടിട്ടേയില്ല, നീണ്ട വിവരം നമുക്ക് ലഭിച്ചിട്ടേയില്ല. പിന്നെ എന്തുകൊണ്ട് നബിതങ്ങളുടെ മുടി എത്രയോ വർഷങ്ങൾ നീട്ടിയിട്ടിട്ടും നബിതങ്ങളുടെ മുടി എന്തുകൊണ്ട് നീളാതിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്തുകയാണ് ഇമാമുകൾ. അതിന് 2 മറുപടിയാണ് പറഞ്ഞത്. ഒന്ന്, നബിതങ്ങൾ ചിലപ്പോൾ വെട്ടാറുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ വെട്ടാറുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ നീളാതെ വന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടിയിട്ടില്ലെങ്കിൽ പോലും, വെട്ടിയെന്ന് സഹീഹായ റിവായത്തുകൾ കൊണ്ട് നമുക്ക് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും വെട്ടി എന്ന് അനുമാനിക്കപ്പെടണം. ഇനി വെട്ടി എന്ന് വെക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രണ്ടാമതോടെ പറയാനുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി അതിനേക്കാളും നീളാതെ അത്രമാത്രമേ എത്തുകയുള്ളൂ, അതുകൊണ്ടാണ് അതിനപ്പുറം നീളാതിരുന്നത് എന്ന് വ്യാഖ്യാനിക്കപ്പെടണം, എന്ന് നയിക്കപ്പെടണമെന്ന് നമ്മുടെ ഇമാമുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാം. നബിയുടെ പെരടിയുടെ താഴെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ മുടി അതിനപ്പുറം വളർച്ചയില്ല. ഏതുപോലെ ഏതൊരു മനുഷ്യന്റെയും മുടി ഒരു പരിധിയിൽ നിൽക്കുമല്ലോ, റസൂലുള്ളാഹിന്റെ മുടി വളരുന്നതിന്റെ അവസാനത്തെ പരിധി ഇതിനപ്പുറം നീളിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വളരെ കൃത്യമായി അബൂശാമ ഉദ്ധരിക്കുകയാണ്. ഇത് ഇമാം സുയൂത്തി ഉദ്ധരിച്ചിട്ടുണ്ട്, നമ്മുടെ ഇമാമുകൾ മൊത്തം ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് നമ്മള് തെരുവണക്കാരൻ പറയാ, അമ്പലക്കടവിനെ പൂട്ടിയിടണം, കഞ്ഞാടിപ്പുറമെ പൂട്ടിയിടണം, 6 കൊല്ലം പൂട്ടണം, എന്നിട്ട് നോക്കണം മുടിയുടെ സെന്റിമീറ്റർ എത്രയുണ്ട്, എത്ര മീറ്ററുണ്ട്, ആ അളവെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖിയാസ് ചെയ്യണം. അങ്ങനെ മീറ്ററുകളോളമുണ്ട്, അതുകൊണ്ടാണ് ഹദ്റത്തിന്റെ മുടിക്ക് ഇത്ര നീളം, അതുകൊണ്ടാണ് ജാലിയാവാലന്റെ കയ്യിലുള്ള മുടി ഇത്ര മീറ്ററുകളുള്ളത് എന്ന് വ്യാഖ്യാനിച്ച് പച്ച മലയാളത്തിൽ ഈ മനുഷ്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഈ ലേഖനം നിങ്ങളുടെ കള്ളം പറയുന്ന സിറാജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ പേരോട് മാറും, സാക്ഷാൽ മൗലാന മാറും, സാക്ഷാൽ ഓപ്പി വിഭാഗത്തിന്റെ സർവ്വാനുകളും ഞങ്ങൾ പറയട്ടെ,
അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള മറ്റൊരു വ്യാജമായ നിർമ്മാണം, വികൃതമായ അള്ളാഹുവിന്റെ റസൂലിനെ പിശാചിന്റെ രൂപത്തിലേക്ക് നിങ്ങൾ അവതരിപ്പിക്കുന്നതിന് നിങ്ങളിതിന് മാപ്പ് പറയുക, നിങ്ങളിത് തിരുത്തുക. അള്ളാഹുവിന്റെ റസൂലിനെ വികൃതമായി അവതരിപ്പിക്കാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കൂലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി